നമസ്കാരം. ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെയുള്ളത് ദുർബല തെളിവുകൾ മാത്രമെന്ന് സൂചന. അതുകൊണ്ട് തന്നെ നടപടിയെടുക്കാൻ കഴിയാതെ കുഴങ്ങുകയാണ് സർക്കാർ. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ SP ഷൗക്കത്ത് അലി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ദിവസങ്ങളായെങ്കിലും റിപ്പോർട്ട് DGP രവാഡ ചന്ദ്രശേഖരന്റെ കയ്യിൽ വിശ്രമത്തിലാണ്. റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിനെതിരെ പരാമർശം മാത്രമേയുള്ളൂ എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. എന്തായാലും അജിത് കുമാറിനെതിരെ വകുപ്പ് തല നടപടികൾ എടുക്കാനുള്ള സാധ്യതയാണ് ചുരുങ്ങുന്നത്. അജിത് കുമാറിന് DGP പദവി ലഭിക്കുന്ന സമയമാണിത്. DGP പദവി നൽകുന്നത് ഒഴിവാക്കി അജിത് കുമാറിനെതിരെ വകുപ്പ് തലവൻ നടപടിയെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനാണ് ഇപ്പോൾ തട വീണിരിക്കുന്നത്. നടപടി വന്നില്ലെങ്കിൽ ഈ മാസം 31-ന് അജിത് കുമാറിന് DGP റാങ്കിലേക്ക് ഉയരാൻ കഴിയും. അഗ്നിരക്ഷാസേന മേധാവി നിതിൻ അഗർവാൾ ഈ മാസം വിരമിക്കുന്ന ഒഴിവിലാണ് അജിത് കുമാറിന് DGP റാങ്ക് ലഭിക്കാനിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സർക്കാർ. അതുകൊണ്ട് തന്നെ അജിത് കുമാറിന് DGP പദവി ലഭിച്ചേക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസ് അട്ടിമറിച്ചതാണെന്ന് ഈ റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇതിന് അനുകൂലമായ തെളിവുകൾ കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന. ഇതാണ് അജിത് കുമാറിന് രക്ഷാകവചം ഒരുക്കുന്നത്. അജിത് കുമാർ നിലവിൽ ബെവ്കോ മേധാവിയാണ്. വിവാദം വന്നെങ്കിലും അദ്ദേഹത്തെ പോസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടില്ല. കോൺഗ്രസിൽ തന്നെ അജിത് കുമാറിന് സംരക്ഷകരുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കലാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നും ഉയരുന്നത്. SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുത്താൽ അത് തിരിച്ചടിയാകുമെന്നും സർക്കാരിന് ഭയമുണ്ട്. അതേസമയം അജിത് കുമാർ കോടതിയിൽ പോയാൽ അത് പുലിവാലാകുമെന്ന വിലയിരുത്തലുമുണ്ട്. എന്തായാലും അജിത് കുമാർ പ്രശ്നത്തിൽ സർക്കാരിലും പോലീസിലും ആശയക്കുഴപ്പം ശക്തമാണ്. ആലപ്പുഴയിലെ ലാത്തിചാർജ് കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാണ്. അന്ന് ഗൺമാന്മാരുടെ മർദ്ദനം ഏറ്റുവാങ്ങിയ AD തോമസ് ഇന്ന് MLA ആണ്. അതേസമയം SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ നടപടി വരില്ല എന്നാണ് സൂചന. അജിത് കുമാറിനെതിരെ നടപടി വന്നില്ലെങ്കിൽ അത് കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറിക്കും വഴിവെച്ചേക്കും.